കോൺഗ്രസിൻ്റെ നേതൃത്വം UDF ഇവിടെ സ്വീകരിച്ച സമീപനം ഓർക്കണം. കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിന്നു. ഒരു വാക്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല. കേരളത്തിന് ന്യായമായ വിഹിതം വേണം എന്ന് പറയാൻ പോലും തയ്യാറായില്ല. അതെവിടം വരെ എത്തി? നമ്മുടെ സംസ്ഥാനത്തിന് കാര്യങ്ങൾ നിർവഹിക്കാൻ പണം വേണമല്ലോ. ആ പണം വിവിധ സ്രോതസ്സിൽ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ജീവനക്കാരോട് ഗവൺമെന്റ് പറയുന്നു, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി തരണം, തിരിച്ചു നൽകാൻ നിങ്ങൾക്ക്. ഉടനെ വന്നു UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രസ്താവന. ഇതിനെ എതിർത്തു, കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിനുവേണ്ടി കോടതിയിൽ പോയി. ഇതെല്ലാം എന്താണ് മനോഭാവം? നാട് തകർന്നടിഞ്ഞ് കിടക്കുകയാണല്ലോ. ആ തകർന്നടിഞ്ഞ് കിടക്കുന്ന നാട് കൂടുതൽ തകരട്ടെ, ഇതല്ലേ സമീപനം? നാം തകർന്നോ? ഇവരാഗ്രഹിച്ചതുപോലെ നമ്മൾ തകർന്നടിഞ്ഞു പോയോ? നമ്മെ രാജ്യവും ലോകവും പിന്നീട് നോക്കിക്കണ്ടു ആശ്ചര്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ഇത് നാം സാധാരണഗതിയിൽ ചെയ്യാൻ ബാധ്യപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്തുള്ളതായിരുന്നു. ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടെ അത്തരം കാര്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞു.